തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ നാടോടി ബാലികയെ 18 മണിക്കൂർ പിന്നിട്ടിട്ടും കണ്ടെത്താനാകാതെ പോലീസ്. ഒഡീഷ സ്വദേശികളായ അമർദ്വീപ് റബീന ദമ്പതികളുടെ 2 വയസ്സുകാരി മകൾ മേരിയാണ് ഇന്നലെ രാത്രി മുതൽ കാണാതായത്. കുട്ടിയുടെ അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന നാടോടി ബാലിക മേരിയെ അജ്ഞാത സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജ് പരിസരത്താണ് സംഭവം. പുലർച്ചെ 1 മണിയോടെയാണ് കുട്ടിയെ കാണാതായ വിവരം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ പോലീസിൽ പരാതി നൽകി. മഞ്ഞ സ്കൂട്ടറിലെത്തിയ 2 അംഗ സംഘമാണ് മേരിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് സഹോദരന്റെ മൊഴി. मेरा भाई था ना 6 साल का, वो देखा वो 2 आमदी था ना, उधर देख रहा था, उसको बुला रहा तो वो डर के सोच रहा क्या मैं नहीं जाएगा तो सो गया. पूरा रात हो गया तो तब वो आमदी आया, हल्के से जाली ऊपर करके सब ले गया. हाँ, तब जागा तो उधर गया, बहुत खोजा नहीं मिला, तब पुलिस स्टेशन गया. സഹോദരനും മാതാപിതാക്കളും നൽകിയ വിവരമടിസ്ഥാനമാക്കിയാണ് പോലീസ് അന്വേഷണം. തേൻ ശേഖരിക്കാനാണ് ബീഹാർ സ്വദേശികളായ അമർദ്വീപ് റബീന ദമ്പതികൾ മക്കൾക്കൊപ്പം തലസ്ഥാനത്തെത്തിയത്. 4 വർഷമായി ഇടവേളകളിൽ ഇവർ തിരുവനന്തപുരത്തെത്താറുണ്ട്. നമ്മളെ ഏറെയുള്ള പയ്യന്മാരെ തന്നെ ഇവിടെ കിടക്കാണ്ടി അവർ പറഞ്ഞിട്ടുള്ളത്. അവർ വന്ന് 4 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചു. അതിന് നമുക്കൊരു ശല്യമില്ല, നിങ്ങൾ നമുക്കൊരു ശല്യമില്ലായിരുന്നു. മേരിയുടെ മാതാവിനെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കുട്ടിയുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു. अभी तक पुलिस स्टेशन से 1 बजे रात से उधर में हम ऐसे ही बोलता बैठो बैठो, लेकिन बड़ा बच्चा कहाँ अभी तक कोई पता नहीं है. मेरा बच्चा कहाँ गया नहीं गया, कहाँ लेके गया. हम इधर ही सोए थे, हम लोग रात में इधर ही रहते हम लोग थे. വിവരമറിഞ്ഞതു മുതൽ പോലീസിനൊപ്പം പ്രദേശവാസികളും മേരിയെ കണ്ടെത്താനുള്ള തിരച്ചിലാണ്. അതിനിടയിൽ മൂത്ത സഹോദരൻ സോനുവിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ഇവിടെ നിന്നും മേരിയെ കാണാതായിട്ട് 17 മണിക്കൂർ പിന്നിടുകയാണ്. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ ഉതകുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. കുട്ടിയെ കണ്ടെത്താൻ വൈകുന്നതിൽ കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട്, ഒപ്പം കേരളത്തിനും. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോഡിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.